ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണങ്ങൾ എവിടെയൊക്കെ പോയി, എങ്ങോട്ടൊക്കെ പോയി, അതിൻ്റെ പണം ആരൊക്കെ കൈവശപ്പെടുത്തി, ആർക്കൊക്കെ അതിൻ്റെ ഷെയർ കിട്ടി, ആ ഷെയർ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ ഇനി തെളിഞ്ഞു വരേണ്ടതുണ്ട്. ശബരിമലയെ അപ്പാടെ വിഴുങ്ങുന്ന തരത്തിൽ അതിഭീകര കവർച്ചയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ആസൂത്രണം നടത്തിയത് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ ബാക്കിയുള്ള മുഴുവൻ സ്വർണവും കവർച്ച ചെയ്യാൻ പ്രതികൾ 3 പേരും ചേർന്ന് ആസൂത്രണം ചെയ്തിരുന്നു. ഇതിനായുള്ള കരുക്കൾ നീക്കുന്നുമുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ശബരിമലയിലെ സ്വർണപ്പാളികളിലെ സ്വർണം പൂശൽ വിവാദമാകുന്നതും വിഷയം കോടതി കയറുന്നതും. ഇതോടെ പ്രതികൾ പദ്ധതി ഉപേക്ഷിച്ചു. ഒപ്പം കോടതിയുടെ പരിഗണനയിൽ വിഷയം വന്നതോടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയവും പ്രതികൾക്കുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു. പ്രതികളിൽ ഒരാളായ ബെല്ലാരിയിലെ സ്വർണ വ്യാപാരി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയെ എതിർത്ത് SIT കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകളുള്ളത്. ശബരിമല ശ്രീകോവിലിലെ ബാക്കിയുള്ള സ്വർണം കൂടി തട്ടിയെടുക്കാൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് SITയുടെ റിപ്പോർട്ടിലുള്ളത്. ദ്വാരപാലക ശില്പങ്ങളിലെയും 7 ഭാഗങ്ങളടങ്ങുന്ന കട്ടിളപ്പാളികളിലെയും ശ്രീകോവിലിലെയും സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിൽ നിന്നടക്കം സ്വർണം കവരാൻ ഗൂഢാലോചന നടന്നു. ശ്രീകോവിലിനടുത്തും പുറത്തുമുള്ള എല്ലാ സ്വർണവും കവർച്ച ചെയ്യാൻ പ്രതികൾ ആസൂത്രണം ചെയ്തു. കട്ടിളപ്പാളിയിൽ നിന്ന് 409 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്തത്. ഈ സ്വർണമാണ് ബെല്ലാരിയിൽ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ എത്തിയത്. എത്രത്തോളം സ്വർണം സന്നിധാനത്ത് നിന്ന് അടിച്ചെടുത്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ കണക്കൊന്നുമില്ല. ശില്പപാളികളിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ പണിക്കൂലി ഇനത്തിൽ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയ 109.243 ഗ്രാം സ്വർണവും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയ 474.96 ഗ്രാം സ്വർണവും മാത്രമാണ് ഇതുവരെ തിരികെ കണ്ടെടുക്കാനായിട്ടുള്ളത്. ഇതിലും എത്രയോ അധികം സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ദ്വാരപാലക ശില്പപാളികളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം കവർന്ന ശേഷം ബാക്കിയുള്ള സ്വർണവും കവരാൻ ആസൂത്രണം നടത്തി. പക്ഷേ ഇതിനിടയിലാണ് 2025 ഒക്ടോബറിൽ ഹൈക്കോടതി കേസിൽ ഇടപെട്ടത്. ഇതോടെ കവർച്ച മുടങ്ങി. ഇതിനുശേഷം പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും ബംഗളൂരുവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേസിൽ ഉൾപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നതടക്കം പ്രതികൾ ചർച്ച ചെയ്തതായാണ് SIT റിപ്പോർട്ടിൽ കണ്ടെത്തലായി പറയുന്നത്. 3 പേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാണ് SIT ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. കൊള്ള പുറത്തു വന്നതോടെ ഗൂഢാലോചന മറച്ചുവെക്കാൻ എന്തൊക്കെ പദ്ധതി വേണമെന്നും പ്രതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി പണം ദുരൂഹമായ പല അക്കൗണ്ടുകളിലേക്കും വന്നിട്ടുള്ളതായി SIT റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള കൈക്കൂലിയായിരുന്നു ഈ പണം. കൊള്ളയുടെ വ്യാപ്തി അറിയാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം വരണമെന്നും അതുവരെ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ നിർദ്ദേശാനുസരണമെന്ന് കൽപേഷ് മൊഴി നൽകിയെന്നും SIT അറിയിച്ചു. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി. 1995 മുതൽ ശബരിമലയിലെത്തുന്ന ഗോവർദ്ധന് 1999 സ്വർണം പൂശിയതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നുവെന്നാണ് SIT പറയുന്നത്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 15 പ്രതികളാണ് ഉള്ളത്. കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം കടത്തിയ കേസിൽ 12 പ്രതികളുണ്ട്. കേസന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് 6 ആഴ്ചത്തേക്ക് കൂടി സമയം ദീർഘിപ്പിച്ചു നൽകിയിട്ടുണ്ട് കോടതി. ഈ മാസം 19-ന് SIT ഹൈക്കോടതിയിൽ അടുത്ത ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് CPM ബന്ധം ആരോപിക്കപ്പെട്ടതോടെ പകരം പുതിയ 2 ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുമെന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ ദ്വാരപാല പാളികൾ സ്വർണം പൂശിയതിലെ എല്ലാ ഇടപാടും 4 ഘട്ടമുള്ള അന്വേഷണത്തിൽ ഉണ്ട് എന്ന് SIT ഹൈക്കോടതി അറിയിച്ചു. ആദ്യ 2 കേസിലാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിലും ശേഷിക്കുന്ന അന്വേഷണത്തിൽ ആരും രക്ഷപ്പെടില്ല എന്ന് കരുതുന്നതായാണ് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയത്. അതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് CBI ഏറ്റെടുത്തേക്കുമെന്ന സൂചന വന്നതോടെ സർക്കാർ ഒന്നുകൂടി വിരണ്ടിരിക്കുകയാണ്. അതോടെ ഏത് വിധേനയും CBI അന്വേഷണത്തിന് തടയിടാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സ്വർണ്ണ കവർച്ചാ കേസ് CBIക്ക് വിടേണ്ടതില്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന്. കാരണം CBI കൂടി വരുന്നതോടെ സർക്കാരുമായും CPMമായും അടുത്ത ബന്ധമുള്ള പലരും
കുടുങ്ങുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും CBI അന്വേഷണം മുടക്കാനുള്ള വഴികളാണ് സർക്കാർ തേടുക. ഇതിനോടകം സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായത് മുഴുവൻ CPM-ന്റെ ഉന്നതരാണ്. മുൻമന്ത്രിയും CPM സംസ്ഥാന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനും സംശയ നിഴലിലാണ്. ഈ ഘട്ടത്തിൽ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത് തങ്ങൾക്ക് കൂടുതൽ പണിയാകുമെന്ന് സർക്കാരിനും CPM-നും നന്നായി അറിയാം. അതുകൊണ്ടാണ് അന്വേഷണം CBIക്ക് വിടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്. കേസന്വേഷണം CBIക്ക് വിടാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. SIT തലവൻ H. വെങ്കടേഷിന്റെ CBIയിലെ പ്രവർത്തന പരിചയം ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്. വെങ്കടേഷ് CBIയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് എന്നും പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള ഓഫീസറാണ് എന്നും SIT ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടും. 5 വർഷം CBIയിൽ H. വെങ്കടേഷ് പ്രവർത്തിച്ചതിന്റെയും അന്വേഷിച്ച കേസുകളുടെയും വിവരങ്ങളും കോടതിയിൽ SIT ചൂണ്ടിക്കാട്ടും. മാത്രമല്ല, സ്വർണ്ണ കവർച്ചാ കേസ് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണ് എന്നും കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നും SIT കോടതിയിൽ വാദിക്കും. ഈ ഘട്ടത്തിൽ അന്വേഷണം CBIക്ക് വിടാനാകില്ല എന്നാണ് SITയുടെയും നിലപാട്. അന്വേഷണം നല്ല രീതിയിലും നല്ല പ്ലാനിങ്ങോടും മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അപ്പോഴപ്പം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇതുവരെ 15 പ്രതികളുള്ളതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രതികൾ കൂടും. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിലും വളരെ വിപുലമായ ഏരിയ ഇതിനകത്തുണ്ട്. കാരണം ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണങ്ങൾ എവിടെയൊക്കെ പോയി, എങ്ങോട്ടൊക്കെ പോയി, അതിൻ്റെ പണം ആരൊക്കെ കൈവശപ്പെടുത്തി, ആർക്കൊക്കെ അതിൻ്റെ ഷെയർ കിട്ടി, ആ ഷെയർ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ള കാര്യങ്ങൾ ഇനി തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഈ കേസിനകത്തെ ഏറ്റവും വലിയ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ, യാതൊരു സംശയമില്ല. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുണ്ട്. അതിനു മുമ്പ് 1998 മുതൽ 2007 വരെ ഏകദേശം 8 വർഷം 9 വർഷത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ കാലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതേ രീതിയിൽ മോഷണം നടത്താൻ കഴിവുള്ള ഒരാൾ മുരാരി ബാബു അവിടെയുണ്ട്. അദ്ദേഹം റിമാൻഡിലാണ്. അപ്പോൾ മുരാരി ബാബു 1998 വിജയമല്യ അവിടെ സ്വർണം പൂശാൻ കൊണ്ടുവന്നപ്പം അന്ന് അവിടെ മുരാരി ബാബു ഉണ്ട്. മുരാരി ബാബുവും അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടോ ഇല്ലയോ എന്നിവിടെ SIT കണ്ടെത്തണം എന്നാണ് എൻ്റെ നിർദ്ദേശം.